പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടുവിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാമിന് പോകുമ്പോൾ ഏറ്റവും മിനിമം ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട വസ്തുതകളും ഡെറിവേഷൻസും, അതും ഏറ്റവും ഡെറിവേഷൻസ് എല്ലാ സ്റ്റെപ്സും ചെയ്യാതെ മിനിമം സ്റ്റെപ്സ് മാക്സിമം മാർക്ക്, ഇതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ 3 കറണ്ട് ഇലക്ട്രിസിറ്റി. അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ സ്റ്റഡി ചെയ്യേണ്ട കാര്യം ഓംസ് ലോ ആണ്. ചെറിയ ക്ലാസ്സുകൾ തൊട്ടിട്ട് നമ്മൾ കേട്ടുവരുന്നതിനുള്ളൊരു കാര്യമാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ പറയുന്നത് ഇങ്ങനെയാണ്: അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ വോൾട്ടേജ്, അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കറണ്ടിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദാറ്റ് ഈസ് വോൾട്ടേജ്, ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അതായത് വി ഈസ് പ്രപ്പോർഷണൽ ടു ഐ, ഓർ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഫിസിക്സിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് ആർ എന്ന് പറയുന്നത്. സോ വി ഈക്വൽ ടു ആർ ഐ, ഇതാണ് നമ്മൾ ചെയ്യുന്ന ഓംസ് ലോ. ഇതിൽ ആർ എന്ന് പറയുന്ന ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസിസ്റ്റൻസ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. നമ്മുടെ ലാബ് എക്സാമിൻ്റെ സമയത്തൊക്കെ ഈ ഒരു ലോയും ഈ റെസിസ്റ്റൻസ് ഉള്ള വേർഡും പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് പരിചയമുള്ളതാണ്. ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമുക്ക് വി ഈക്വൽ ടു ആർ ഐ എന്ന് പറയാം, അല്ലെങ്കിൽ വി ഈസ് പ്രപ്പോർഷണൽ ടു ഐ എന്ന് പറയാം, ഓർ വി ബൈ ഐ ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ആ കോൺസ്റ്റന്റ് വാല്യൂ ആർ ആയിരിക്കും. ഇതാണ് ഓംസ് ലോൻ്റെ 3 തരത്തിൽ നമുക്ക് പറയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലൊരു ടേമാണ് കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓംസ് ലോൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറയാം. എന്താ ബേസിക്കലി റെസിസ്റ്റൻസ് എന്ന് നമ്മൾ മീനിങ് ആലോചിച്ചാൽ മതി. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ, ഇതിനെ തടസ്സമാണ്. ഇപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്, ആ കറണ്ടിനെ തടയുന്നതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ, അതിന് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കറണ്ടിനെ കടത്തി വിടുന്നത്, ദാറ്റ് ഈസ് കണ്ടക്റ്റൻസ്. അപ്പോൾ കണ്ടക്റ്റൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. സോ സി ഈസ് ഈക്വൽ ടു 1/R എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണെങ്കിൽ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ഇൻവേഴ്സ് എന്നായിരിക്കും. യൂണിറ്റ് ഓം ഇൻവേഴ്സ് ഇങ്ങനെയും എഴുതാം. ചിലപ്പോൾ OHM ഓം എന്നുള്ളത് നമ്മൾ തിരിച്ചെഴുതി MHO എന്നും നമ്മൾ എഴുതാറുണ്ട്. പക്ഷേ ഈ 2 യൂണിറ്റ് പ്രിഫർ ചെയ്യായിരിക്കും നമുക്ക് നല്ലത്. ഓക്കെ, ഇതാണ് കണ്ടക്റ്റൻസും റെസിസ്റ്റൻസും എന്നും വരുന്നത്. സിമ്പിളായിട്ടൊരു ഭാഗമാണ്, നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് ഈ ഓംസ് ലോനെ നമുക്ക് വെക്റ്റർ ഫോമിലേക്ക് നമുക്ക് എഴുതേണ്ടതുണ്ട്. ആ വെക്റ്റർ ഫോം നമുക്ക് നോക്കി നോക്കാം. വെക്റ്റർ ഫോമിൻ്റെ ഡെറിവേഷനൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും മിനിമം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതിൻ്റെ ഇക്വേഷൻ മാത്രം ഒന്ന് സ്റ്റഡി ചെയ്ത് വെക്കുക. വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് വിയും ആറും ഐയും ഒന്നുമല്ല, നമുക്ക് വരുന്നത് ജെ ഈക്വൽ ടു സിഗ്മ ഇ എന്നുള്ളതാണ് അതിൻ്റെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ടേമും ഞാൻ പറയാം. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റിയാണ്. സോറി, ജെ എന്ന് പറഞ്ഞാണ് കറണ്ട് ഡെൻസിറ്റി. സിഗ്മ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റിയാണ്. സിഗ്മ കണ്ടക്ടിവിറ്റി, ജെ കറണ്ട് ഡെൻസിറ്റി. ഐ എന്നുള്ള ടേമിന് പകരം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ജെ എന്ന് പറയുന്നൊരു ടേം. ഡെറിവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ജെ എന്ന് പറഞ്ഞാൽ കറണ്ട് പെർ ഏരിയയാണ് ജെ എന്ന് പറയുന്നത്. ഡെൻസിറ്റി നമ്മൾ സാധാരണ മാസ് ഡെൻസിറ്റി ഒക്കെ പറയാറില്ലേ, മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്ന പോലെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് അല്ലെങ്കിൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മുടെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇക്വേഷൻ ഞാൻ സൈഡിൽ ഡിനോട്ട് ചെയ്യാം. ജെ ഇസ് ഈക്വൽ ടു കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. ഇതാണ് ജെ ഈക്വൽ ടു I/A ആണ് നമ്മുടെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റി പറയണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി നോക്കണമെങ്കിൽ 1-2 പോയിന്റ് നമ്മൾ നോക്കണം. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. മെയിൻലി അതിൻ്റെ ലെങ്ത്തും ഏരിയയുമാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു കണ്ടക്ടറിൻ്റെ നീളം, അപ്പോൾ അതൊരു കണ്ടക്ടറാണ്, ഇതിൻ്റെ നീളം കൂടുന്തോറും അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇത്ര നീളമുള്ളപ്പോൾ അതിനുള്ള തടസ്സം, കറന്റ് ഫ്ലോ ചെയ്യാനുള്ള തടസ്സം ഇത്രയേ ഉള്ളൂ. നീളം കൂടുന്നതോറും ആ തടസ്സം ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുക നമ്മൾ പറയുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ആ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിക്കഴിഞ്ഞാൽ ആ ഫ്ലോയിനുള്ള റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. സോ റെസിസ്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടറാണ് ലെങ്ത് എന്ന് പറയുന്നത്. ലെങ്ത്തും റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ലെങ്ത് കൂടിയ റെസിസ്റ്റൻസ് കൂടും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ
കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് പറയും. നേരത്തെ പോലെ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ആർ ഈക്വൽ ടു റോ എൽ ബൈ എ. റെസിസ്റ്റൻസിൻ്റെ മറ്റൊരു ഇക്വേഷൻ കൂടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ കോൺസ്റ്റന്റിൻ്റെ പേരാണ് റെസിസ്റ്റിവിറ്റി. ഈ കോൺസ്റ്റന്റിൻ്റെ പേരാണ് റെസിസ്റ്റിവിറ്റി. ഈ റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ ആ നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫീച്ചറാണ്. ഇപ്പം നമുക്ക് പറയാം, ഇപ്പോൾ ഒരു കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കില്ലല്ലോ ഒരു അലുമിനിയം വയറിന് ഉണ്ടാവുക, അതായിരിക്കില്ല ഒരു മറ്റൊരു മെറ്റലിന് ഉണ്ടാവുക, അതല്ലെങ്കിൽ മറ്റൊരു മെറ്റീരിയലിന് ഉണ്ടാവുക. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി മാറുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എന്തിനേയും പറയാം, അതിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അങ്ങനെ 3 പ്രോപ്പർട്ടി നമുക്ക് എണ്ണി പറയാവുന്നതാണ്. സോ റോയാണ് റെസിസ്റ്റിവിറ്റി. റോയ്ക്ക് ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന് നമുക്ക് ഇതേ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ അപ്പോൾ എന്തായിരിക്കും, കണ്ടക്ടിവിറ്റി ആയിരിക്കും. അത്രേ ഉള്ളൂ. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ കണ്ടക്റ്റൻസ്, റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ കണ്ടക്ടിവിറ്റി. സോ കണ്ടക്ടിവിറ്റി സിഗ്മാസ് ഈക്വൽ ടു 1 ബൈ റെസിസ്റ്റിവിറ്റി റോ. 1 ബൈ റെസിസ്റ്റിവിറ്റി റോ. ഇങ്ങനെയാണ് ആ ടേംസുകൾ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. റെസിസ്റ്റിവിറ്റി നമുക്കൊന്ന് എഴുതി നോക്കാം. റോസ് ഈക്വൽ ടു ആർ എ ബൈ എൽ എന്നാണ്. ആറിൻ്റെ യൂണിറ്റ് എന്താ, ഓം. ഏരിയയുടെ യൂണിറ്റ് എന്താ, മീറ്റർ സ്ക്വയർ. ഡിവൈഡഡ് ബൈ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ. സോ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓം മീറ്റർ. ഓക്കെ, ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേം ഈ ചാപ്റ്ററിനകത്ത് നോക്കാനുള്ളത് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഇപ്പോൾ ഒരു കണ്ടക്ടർ, ഈ പേന ഒരു കണ്ടക്ടറാണെന്ന് വിചാരിച്ചു, ഒരു മെറ്റീരിയലാണ്, റോഡാണെന്ന് വിചാരിച്ചു, മെറ്റൽ റോഡാണെന്ന് വിചാരിച്ചു. ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് അത് കറണ്ട് ഫ്ലോയിങ് എന്ന് നമ്മൾ പറയുന്നത്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ചാർജസിൻ്റെ ഫ്ലോ ആണ് കറണ്ട്. സെക്കൻഡ് ചാപ്റ്ററിലും ഫസ്റ്റ് ചാപ്റ്ററിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്യണമെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമോ, വെറുതെ ഒരു റെസ്റ്റിലിരിക്കുന്ന ഇലക്ട്രോൺ ഒരു ഫോഴ്സോ ഒന്നും കിട്ടാതെ അത് മൂവ് ചെയ്യില്ല. അപ്പോൾ അതിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ്, നമ്മൾ ഈ 2 സൈഡിൽ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡാണ് ഈ ഇലക്ട്രോണിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഇലക്ട്രോൺ മൂവ് ആവുന്നു. ആ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ ഉണ്ടാകുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് എൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ എപ്പോഴാണ് മൂവ് ചെയ്യുക, ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോഴാണ് മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന് അനുഭവപ്പെടുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുക. ആ ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ ആവറേജ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ ദ ഇലക്ട്രോൺ ഇൻ എ കണ്ടക്ടർ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്താലോ, പെട്ടെന്ന് കുറച്ച് സ്റ്റെപ്സിൽ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്യേണ്ട ഫോഴ്സ് പ്രൊവൈഡ് ചെയ്ത ആരായിരുന്നു, ഇലക്ട്രിക് ഫീൽഡാണ്. സോ ആ ഫോഴ്സിനെ നമുക്ക് F ഈക്വൽ ടു QE എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E ഈക്വൽ ടു നമ്മൾ എന്താ ഈയുടെ ഡെറിവേഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെറിവേഷൻ മറ്റേ ഡെഫിനിഷൻ തന്നെ നമ്മൾ പഠിക്കുന്നത് ഫോഴ്സ് പെർ ചാർജ് എന്നാണ്, F/Q എന്നാണ്. അതിൽ നിന്നാണ് F ഈക്വൽ ടു EQ അല്ലെങ്കിൽ QE എന്ന ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജിനെ നമുക്ക് E എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ചാർജ് നെഗറ്റീവ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, -E എന്ന് പ്രൊവൈഡ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ F ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, -EE എന്ന് കിട്ടും. ഒന്ന് സ്മോൾ e ഇലക്ട്രോണിന്റെ ചാർജ്, ക്യാപിറ്റൽ E ഇലക്ട്രിക് ഫീൽഡ്, ഈ മൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ ആക്സലറേഷൻ F ഈക്വൽ ടു MA എന്ന് നമുക്കറിയാം. ഇൻ ടേംസ് ഓഫ് ഫോഴ്സിന് ഇൻ ടേംസ് ഓഫ് ആക്സലറേഷൻ F ഈക്വൽ ടു MA എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ A ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, F/m എന്ന് എഴുതാൻ പറ്റും. ഇവിടുന്ന് തന്നെയാണ് F ഈക്വൽ ടു MA ആണെങ്കിൽ A ഈക്വൽ ടു M ഇങ്ങോട്ട് കൊടുത്താൽ മതി, F/m എന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ Fന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മുടെ തൊട്ട് മുൻപിൽ എഴുതിയ ഫോഴ്സിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് -EE/m. സോ ആക്സലറേഷന് നമുക്ക് എന്ത് കിട്ടി, -E/M നമുക്ക് ആക്സലറേഷന് വേണ്ടി കിട്ടി. ഇനി നമുക്ക് വെലോസിറ്റിയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി ബൈ ടൈം ആണ്. സോ വെലോസിറ്റി എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും, ആക്സലറേഷൻ ഇൻറ്റു ടൈം ആയിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ടൈം ഇങ്ങോട്ട് പോവാം, ആക്സലറേഷൻ ഇൻറ്റു ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം,
വെലോസിറ്റി ഈക്വൽ ടു ആക്സലറേഷൻ ഇൻറ്റു ടൈം എന്ന് നമുക്ക് എഴുതാം. ഇവിടുത്തെ വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ വി ഡി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇവിടുത്തെ ടൈമിനെ ആ ഒരു കാര്യമാണ് ചേഞ്ച് ചെയ്യുന്നത്. ടൈമിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടി ആയിട്ടല്ല ടോ ആയിട്ടാണ്. ടൈമിനെ ടോ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ടോ എന്ന് വെച്ചാൽ ഈ ടൈമിനെ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം അതെന്താണെന്നുള്ള ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ടൈം ആണെന്ന് വിചാരിക്കാം, റിലാക്സേഷൻ ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി ഡി ഈക്വൽ ടു എക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഇ ക്യാപിറ്റൽ ഇ ബൈ എം ഇൻറ്റു ടോ. ഇതാണ് എൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാനൊരു ടേമാണ് എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളത്, ടോ, റിലാക്സേഷൻ ടൈം. അതൊക്കെ അതാണ് നമുക്ക് പറയാം. അത് തന്നെ അടുത്ത സ്ലൈഡിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ റിലാക്സേഷൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവുക? ഒരു ഇലക്ട്രോൺ ഇതിനകത്ത് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ഇലക്ട്രോൺ അല്ലല്ലോ മൂവ് ചെയ്യുന്നത്, കറണ്ട് ഫ്ലോയിങ് ആണ്. ഒരുപാട് ഇലക്ട്രോൺസ്, എൻ നമ്പർ ഓഫ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലോയിങ്ങിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രോൺസ് തമ്മിലുള്ള കൊളിഷനുള്ള സാധ്യതകളുണ്ട് അല്ലേ? ഒരു ഇലക്ട്രോൺ മറ്റൊരു ഇലക്ട്രോണെ കൂട്ടിയിടിക്കുന്നു, അടുത്ത ഇലക്ട്രോണെ കൂട്ടിയിടിക്കുന്നു, അടുത്ത ഇലക്ട്രോണെ കൂട്ടിയിടിക്കുന്നു. ഇങ്ങനെ കൊളിഷൻസിലൂടെയാണ് അവർ മൂവ് ചെയ്യുന്നത്. സോ ഈ രണ്ട് കൊളിഷൻസ് ഇടയിലുള്ള ഏവറേജ് ടൈമിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുക. ആ വാക്കിൽ തന്നെ ഉണ്ട്. ഇങ്ങനത്തെ ഫിസിക്സിലെ കുറേ കാര്യങ്ങളൊക്കെ ആ വേർഡ് തന്നെ നമുക്ക് കിട്ടും. റിലാക്സ് ചെയ്യുന്ന സമയം എന്തിനിടയിൽ റിലാക്സ് ചെയ്യുന്നത്? കൊളിഷനുകൾക്കിടയിൽ റിലാക്സ് ചെയ്യുന്നത്. ആ ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുക. സോ റിലാക്സേഷൻ ടൈം ഈസ് ദ ഏവറേജ് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് എന്ന് വെച്ചാൽ എന്താ? അടുത്തടുത്ത കൊളിഷനുകൾ അല്ലെ? രണ്ട് ദൂരെയുള്ള കൊളിഷനുകളല്ല, രണ്ട് ഏറ്റവും അടുത്തടുത്ത കൊളിഷനുകൾ തമ്മിൽ ഉള്ള ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലാക്സേഷൻ ടൈം ടോ എന്ന ടേമിൽ വിളിക്കുന്നത്. അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു ഡെറിവേഷൻ നമുക്ക് നോക്കാനുള്ളത് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷനാണ്. ഞാൻ വേഗത്തിൽ ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. ഇത് കുറഞ്ഞ ടൈമിനുള്ളിൽ വീഡിയോ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടി റിപ്പീറ്റ് കാണുക. അല്ലാതെ റെക്കോർഡിംഗ് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ കരുതിയിട്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഈ വീഡിയോനെ ഒരു റിവിഷൻ വീഡിയോ ആയിട്ടും, അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ എക്സാം മോഡിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും, അതാണ് ഈ വീഡിയോ, ഈ ചാപ്റ്ററിനകത്ത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഡെറിവേഷൻ ഇതിനകത്ത് ചോദിക്കാറുള്ളത് റിലേഷൻ കണക്റ്റിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ടാണ്. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും. ഇവിടെ നമുക്ക് ഫിഗർ നോക്കിയാൽ അറിയാം. ഇവിടെ ഇതാ ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകുന്നുണ്ട്? റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ നെഗറ്റീവ് ചാർജസ് ആണ് പോസിറ്റീവ് സൈഡിലേക്കാണ് പോകുന്നത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കാണിക്കാം? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ആയിരിക്കും. സോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം എന്താ? ഇലക്ട്രോൺസ് എപ്പോഴും മൂവ് ചെയ്യുന്നതായിരിക്കും നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനേഷനിലേ പറയുന്നുണ്ട് അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? പോസിറ്റീവ് നിന്ന് നെഗറ്റീവോട്ടാണ്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് വരച്ചു. ഓക്കെ, ഇതാണ് കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ആണ് എന്ത്? എ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ എന്ന് പറയുന്നത്. ഈ ഒരു ലെങ്ത്തിനെ ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻറ്റു ടൈം. അവിടെ നമ്മൾ മിനിമം ടൈം എന്ന രീതിയിൽ ഡെൽറ്റ ടി, സ്മോൾ ടൈം, ഏറ്റവും സ്മോളസ്റ്റ് ടൈം അല്ലെങ്കിൽ മിനിമം ടൈം ഡെൽറ്റ ടി ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ടോയ് അല്ല, മിനിമം ടൈം ഡെൽറ്റ ടി ആണ്. ഏറ്റവും കുഞ്ഞ ടൈം ഡെൽറ്റ ടി ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം, അതാണ് ഡെൽറ്റ ടി. ഓക്കെ, ടോയ് എന്ന് പറഞ്ഞാൽ രണ്ട് കൊളിഷനുകൾക്കിടയിലുള്ള ടൈം ആയിരുന്നു. അത് ജനറലി നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടി. ഇനി നമ്മൾ നോക്കുന്നത് ഈ പോയിന്റ് തൊട്ടിട്ട് ഈ പോയിന്റ് വരെ മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഡെൽറ്റ ടി. സോ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെങ്ത്തിനെ, ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് എഴുതാം? വി ഡി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ഡെറിവേഷൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 4 സ്റ്റെപ്പ് കൊണ്ട് ഡെറിവേഷൻ തീർക്കും. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി 1-2 കുഞ്ഞു കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. ഡെറിവേഷൻസ് ബൈഹാർട്ട് പഠിച്ച് എഴുതാൻ പറ്റില്ല, കാരണം അത്രയധികം ഡെറിവേഷൻസ് നമുക്കുണ്ട്. പക്ഷേ മുഴുവൻ സ്റ്റെപ്സും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻസ് ഓർത്ത് വെക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഡെറിവേഷനിൽ മാക്സിമം 1-2 സ്റ്റെപ്സ് ബൈഹാർട്ട് ചെയ്യുക, ബാക്കി കാര്യം മനസ്സിലാക്കി ഡെറിവേഷൻ എഴുതുക എന്നുള്ളതാണ് ഈ എക്സാം അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കണം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പോയിന്റ് ഫ്ലോ ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് നോക്കണം. ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ബൈഹാർട്ട് പഠിക്കാനുള്ള ഒരു കാര്യമുള്ളത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാത്രം ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സ്മോൾ എൻ എ വി ഡി ഡെൽറ്റ ടി എന്നുള്ളതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇത് മാത്രമാണ് നിങ്ങളൊന്ന് എന്ത് ചെയ്യേണ്ടത്? ബൈഹാർട്ട് പഠിക്കേണ്ടത്. ആ ബൈഹാർട്ട് പഠിക്കുന്ന പോയിന്റാണ് ഞാൻ ടിക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. എൻ എ വി ഡി ഡെൽറ്റ ടി. എൻ സ്മോൾ ആണ്, എൻ എ വി ഡി ഡെൽറ്റ ടി.
ഇതാണ് അവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ക്യാപിറ്റൽ എൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ എൻ ബൈ വി ആണ്. അതായത് വി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വി വെലോസിറ്റി അല്ല, വോളിയമാണ്. ആ കുഞ്ഞ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റിയാണ്. അപ്പോൾ ക്യാപിറ്റൽ എൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. കുഞ്ഞ് എൻ നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ വോളിയമാണ്. ഓക്കെ, അപ്പോൾ സോ ക്യാപിറ്റൽ എന്നിന് നമുക്ക് എന്ത് എഴുതാം, സ്മോൾ എൻ ഇൻറ്റു വോളിയം എന്ന് എഴുതാം. വോളിയത്തിന് നമുക്ക് എന്ത് എഴുതാം, ഏരിയ ഇൻറ്റു എന്ത് എഴുതാം, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാം, ഡിസ്റ്റൻസ് എന്ന് എഴുതാം. ഇനി എൻ ഇൻറ്റു എ, ഈ ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് എഴുതാം, വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻറ്റു ടൈം. അങ്ങനെയാണ് NAVD ΔT കിട്ടിയിട്ടുള്ളത്. തൽക്കാലം അത് ബൈഹാർട്ട് ചെയ്യാം, അതിനകത്ത് എഴുതാൻ പോകണ്ട. NAVD ΔT. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇനി ടോട്ടൽ ചാർജസ് എന്തായിരിക്കും, ഇലക്ട്രോൺസിന് എണ്ണം കിട്ടി. ഇപ്പോൾ അവിടെ 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജസ് എന്തായിരിക്കും, 10 ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് അല്ലേ. ഇവിടെയുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞത് ഇതാണ്. സോ ഇവിടുത്തെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ എണ്ണം എത്ര, NAVD ΔT ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്, ഇ. ഓക്കെ, NAVD ΔT ഇൻറ്റു ഇ, അതാണ് അവിടെ വരുന്നത്. ഓക്കെ, NAVD ΔT ഇൻറ്റു ഇ. ഇത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 10 ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, ദാറ്റ് ഈസ് ഇ, 10E. ഇവിടെ എൻ്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് NAVD ΔT ആണ്. നമ്പർ അങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, ഒരു വാല്യൂ ആയിട്ടല്ല, NAVD ΔT എന്ന ഇക്വേഷൻ ഫോമിലാണ് എൻ്റെ നമ്പർ എടുക്കുന്നത്. ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, ദാറ്റ് ഈസ് ഇ. ഓക്കെ, ഇതാണ് ടോട്ടൽ ചാർജ്. ഇനി നമുക്ക് എന്താ കറണ്ട് എന്ന് നമുക്കറിയാം. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ആണ്. ദാറ്റ് ഈസ് ചാർജ്, ടോട്ടൽ ചാർജ് തന്നെ നമുക്ക് ടേം ഉപയോഗിക്കാം. ടോട്ടൽ ചാർജ് ബൈ ടൈം ആണ് എൻ്റെ കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഫ്ലോയിങ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ വരും, ഈ കിട്ടിയുന്ന വാല്യൂ ആണ് ടോട്ടൽ ചാർജ്, ദാറ്റ് ഈസ് NAVD ΔT E ഓൾ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടൈം. എത്ര ടൈം കൊണ്ടാണ് ഇലക്ട്രോൺ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നത്, എങ്ങനെ, ΔT ടൈം കൊണ്ടാണ്. സോ ടൈം എന്ന് പറഞ്ഞാൽ ΔT ആയിരിക്കും. ΔT ക്രോസ് ചെയ്തു. സോ എൻ്റെ കറണ്ട് I ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, NAVD, ഒന്ന് ഒരു ഓർഡറിൽ എഴുതുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിൽ എഴുതുന്നുണ്ട്, ഈ പറയുന്ന സാധനങ്ങൾ തന്നെയാണ്. NEAVD ആണ് എൻ്റെ കറണ്ട് എന്ന് പറയുന്നത്. ദാ N ഉണ്ട്, A ഉണ്ട്, E ഉണ്ട്, VD ഉണ്ട്. NEAVD. ഓക്കെ, NEAVD ആണ് അവിടുത്തെ കറണ്ട് വരുന്നത്. സോ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് I ഈക്വൽ ടു NEAVD ആണ്. ഓക്കെ, രണ്ടാമത്തെ ഡെറിവേഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി റിലാക്സേഷൻ ടൈം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു ടേം നമുക്ക് നോക്കേണ്ടത് മൊബിലിറ്റിയാണ്. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താ പറഞ്ഞത്, ഇലക്ട്രോൺ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കാരണം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിന് അനുഭവപ്പെടുന്ന ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിച്ചത് അല്ലേ. ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവാൻ കാരണം ഇലക്ട്രിക് ഫീൽഡാണ് ഇലക്ട്രോണിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിനൊരു വെലോസിറ്റി ഉണ്ടാവുന്നത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് മൊബിലിറ്റി. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, മൊബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, മ്യൂ എന്നുള്ള ഇലക്ട്രോണാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. മ്യൂ ഇസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ്, ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അതാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എവിടെ, ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മൈനസ് സ്മോൾ ഇ ക്യാപിറ്റൽ ഇ ബൈ എം ഇൻറ്റു ടോയാണ്, ഓൾ ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. സോ ഇയും കട്ട് ചെയ്ത് കളഞ്ഞു. മൊബിലിറ്റി മ്യൂസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, മൈനസ് ഇ ടോ ബൈ എം എന്ന് നമുക്ക് കിട്ടും. ഇതാണ് മൊബിലിറ്റി. മൊബിലിറ്റിയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കൂടി കൺഫ്യൂസ്ഡ് ആവരുത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ എങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ട് മൂവ് ചെയ്യുമ്പോൾ ഉള്ളത്. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ്, അതാണ് മൊബിലിറ്റി. ഓക്കെ, ഇനി നമ്മൾ ഓംസ് ലോ പറഞ്ഞിരുന്നു അല്ലേ. എന്താ ഓംസ് ലോ, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. ഓക്കെ, അതാണ് ഓംസ് ലോ പറഞ്ഞത്. ഈ ഓംസ് ലോ ഒബേ ചെയ്യുന്നവരുമുണ്ട്, ഒബേ ചെയ്യാത്തവരുമുണ്ട്.
ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓമിക് കണ്ടക്ടേഴ്സ്. ആ വേർഡിൽ തന്നെ ഉണ്ട് ഓമിക് കണ്ടക്ടേഴ്സ്. ഓംസ് ലോ ഒബേ ചെയ്യുന്നവർ. അപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യാത്തവരെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഓക്കെ, ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓംസ് ലോ ഒബേ ചെയ്യുന്നവർ, ദാറ്റ് ഈസ് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ അല്ലെങ്കിൽ വി ബൈ ഐ, ഒരു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഫോളോ ചെയ്യുന്ന ഒബേ ചെയ്യുന്നവരെ കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓമിക് കണ്ടക്ടേഴ്സ്. ഓംസ് ലോ ഒബേ ചെയ്യാത്തവരെ അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇതാണ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ, അതാണ് ഓംസ് ലോ. അത് ഒബേ ചെയ്യുന്നവരാണ് ഓമിക് കണ്ടക്ടേഴ്സ്. ഓംസ് ലോ ഒബേ ചെയ്യുന്നവർ. ഒരു കാര്യം കൂടി നമുക്ക് പറയാം, ഓംസ് ലോ വെച്ചിട്ട് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുന്നത് എന്താണ്? ആ ഗ്രാഫ് എങ്ങനെയാണ്? ഒരു ലീനിയർ ഗ്രാഫാണ് അല്ലേ? വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ആണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ദാറ്റ് ഈസ് ലീനിയർ ആയിരിക്കും. അപ്പോൾ ഓമിക് കണ്ടക്ടേഴ്സിന്റെ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇറ്റ്സ് ലീനിയർ. ഓക്കെ, ഓമിക് കറണ്ടിന്റെ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യും, വി ഐ ഗ്രാഫ് ലീനിയർ ആയിരിക്കും. ഇതാണ് ഓമിക് കണ്ടക്ടേഴ്സ്. ഇനി നോൺ ഓമിക് ആകുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഡു നോട്ട് ഒബേ ഓംസ് ലോ. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഇവരുടെ ഗ്രാഫ് വി ഐ ഗ്രാഫ് നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബെൻഡഡ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ലീനിയർ ആയിരിക്കില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ വി ഐ ഗ്രാഫ് എന്തായിരിക്കും? നോട്ട് ലീനിയർ. അതാണ് എന്ത്? നോണോമിക് കണ്ടക്ടേഴ്സ്. ഇതിന് എക്സാമ്പിൾസ് കൂടി പഠിച്ചു വയ്ക്കുക. എക്സാമ്പിൾസ് എല്ലാ മെറ്റൽസും എന്താണ്? ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. എല്ലാ അലോയ്സും, ഒരുവിധം അലോയ്സും ഒക്കെ എന്താണ്? ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. സോ മെറ്റൽസ്, നിക്രോം, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്താ? നോണോമിക് കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ്. നമുക്ക് പെട്ടെന്ന് കിട്ടാത്തതാണ്. ഓക്കെ, ഒരു ഓപ്ഷൻസ് തന്നാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ അലുമിനിയം, കോപ്പർ, ഇങ്ങനെയൊക്കെ എക്സാമ്പിൾ തരികയാണെങ്കിൽ അതൊക്കെ മെറ്റൽസിൻ്റെ പേരുകളാണ്. സോ അതെല്ലാം എന്താണ്? ഓമിക് കണ്ടക്ടേഴ്സ് ആണ്. അതേസമയം ഡയോഡുകൾ, സെമി കണ്ടക്ടേഴ്സുകൾ, ട്രാൻസിസ്റ്റേഴ്സ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നോണോമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓമിക് കണ്ടക്ടേഴ്സും നോണോമിക് കണ്ടക്ടേഴ്സും രണ്ട് പോയിന്റേ ഉള്ളൂ. ഓംസ് ലോ ഒബേ ചെയ്യുന്നവർ ഓമിക് കണ്ടക്ടേഴ്സ്, അവരുടെ വി ഐ ഗ്രാഫ് ലീനിയർ ആയിരിക്കും. നോണോമിക് ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, പക്ഷേ എന്നാലും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഇ എം എഫും വോൾട്ടേജും പൊതുവെ എല്ലാ ചാപ്റ്റേഴ്സിലും അല്ലെങ്കിൽ പൊതുവെ എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ ഇ എം എഫിൻ്റെ പകരമായിട്ട് വോൾട്ടേജിന് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ പകരമായിട്ട് ഇ എം എഫിനെ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ രണ്ടും ഒന്നല്ല, ഈ രണ്ടാണ്. ഓക്കെ, ബേസിക്കലി പക്ഷേ അതിൻ്റെ ഒരു ഇന്നർ മീനിങ് നോക്കുകയാണെങ്കിൽ രണ്ടാണെങ്കിലും നമുക്ക് പല സിറ്റുവേഷൻസുകളിലും നമുക്ക് ഇവരെ സിമിലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. അതൊരു തെറ്റല്ല. പക്ഷേ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സാധാരണ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് നമ്മൾ പറയാറ് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക, നമ്മൾ ബാറ്ററി ചൂസ് ചെയ്യാം. ഓക്കെ, ഇതൊരു ബാറ്ററി ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ പോസിറ്റീവ് ടെർമിലും നെഗറ്റീവ് ടെർമിലും നമ്മൾ എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഇനി ഈ ബാറ്ററിനെ നമ്മളൊരു സർക്യൂട്ടിൽ കൊണ്ടുപോയി നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോഴും നമുക്ക് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇ എം എഫ്, വോൾട്ടേജ് എന്നുള്ള രണ്ട് ഡിഫറൻസുകളുണ്ട്. അത് നമുക്ക് എന്താണെന്ന് പറയാം. ഓക്കെ, രണ്ടും എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇ എം എഫ്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അത് കേട്ടിട്ട് ഒരു ഫോഴ്സ് ആയിട്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വിചാരിക്കാറില്ല എന്ന് എനിക്കറിയാം, നല്ലൊരു വാണിംഗ് പോലെ പറഞ്ഞു എന്നുള്ളൂ. അതൊരു ഫോഴ്സ് അല്ല. അതെന്ത് തന്നെയാണ്? അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്, വോൾട്ടേജ് തന്നെയാണ്. പക്ഷെ ഒരു കുഞ്ഞു വ്യത്യാസമുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇ എം എഫിനെ നമ്മൾ കാണിക്കുക അപ്സലോൺ വെച്ചിട്ടാണ്, വോൾട്ടേജിനെ വിയും ഇ എം എഫ് അപ്സലോൺ വെച്ചിട്ടാണ് കാണിക്കാറ്. സോ ഇ എം എഫ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു സെല്ലിൻ്റെ, ഞാൻ ആദ്യം കാര്യം പറയാം, നമുക്ക് റീഡ് ചെയ്യാം. ഇതൊരു സെല്ലാന്ന് വിചാരിക്കും, ബാറ്ററി. ഓക്കെ, സെല്ലും ബാറ്ററി നമ്മൾ വ്യത്യാസം അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്നിലധികം സെല്ലുകളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ ബാറ്ററി എന്ന് വിളിക്കുക. സോ ഇതൊരു സെല്ലാണ്. സെല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ബാറ്ററി തന്നെയാണ്. പക്ഷേ കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ് ബാറ്ററി. ഓക്കെ, സെല്ലാണ്. ഈ സെല്ലിലെ പോസിറ്റീവ് ടെർമിനുണ്ട് അല്ലേ? പോസിറ്റീവ് ഭാഗമുണ്ട്, നെഗറ്റീവ് ടെർമിനുണ്ട്. ഈ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇ എം എഫ് എന്ന് വിളിക്കുക. എപ്പോൾ? ആ ബാറ്ററി ഒരു ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ, ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആ ബാറ്ററിയുടെ എവിടെയും കണക്ട് ചെയ്യാത്ത അവസ്ഥയിൽ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാത്ത അവസ്ഥ, അതാണ് ഓപ്പൺ സർക്യൂട്ട്. അതൊരു കണക്ട് ചെയ്തിട്ടില്ല. നോക്കി, ഇവിടെ ഇങ്ങനെ ഒരു ജോയിന്റ് ഒന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ടിൽ അതിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ വോൾട്ടേജിനെ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇ എം എഫ് എന്ന് വിളിക്കുക. എന്നാൽ അതേസമയം ഇതേ സെല്ലിനെ കൊണ്ടുപോയിട്ട് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ടിൽ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വോൾട്ടേജ് എന്ന് വിളിക്കുക. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സെല്ലിനെ ഒരു ഓപ്പൺ സർക്യൂട്ടിൽ, എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഓപ്പൺ സർക്യൂട്ടിൽ വെച്ചിരിക്കുമ്പോൾ, ആ സെല്ല് ഒറ്റയ്ക്കായിട്ടിരിക്കുമോ എന്ന് ആലോചിച്ചാൽ മതി. അതിന് കൊടുക്കാൻ കഴിയുന്ന പരമാവധി പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക?
EMF എന്ന് വിളിക്കുക. അതേസമയം ആ സെല്ലിനെ നമ്മളിപ്പോൾ ഓംസ് ലോയിലൊക്കെ നമ്മൾ സെല്ല് കണക്ട് ചെയ്യാറുണ്ട്, ബാറ്ററി കണക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സർക്യൂട്ടിലേക്ക് അതിന് കണക്ട് ചെയ്തു, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലേക്ക് അതിനെ കണക്ട് ചെയ്തു. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വോൾട്ടേജ് എന്ന് വിളിക്കുക. ഇതേ സെയിം ഡെഫിനിഷൻ തന്നെ, അവസാനത്തെ ഒരു വേർഡിലാണ് മാറ്റമുള്ളൂ. നിങ്ങൾ നോക്കിയറിയാൻ പറ്റും. സെയിം സെറ്റ് തന്നെ. വോൾട്ടേജ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ, മുകളിൽ തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് ദ സെൽ. അതുവരെ കറക്റ്റാണ്. എവിടെ വ്യത്യാസമുള്ളൂ? ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്, ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ കേസിൽ എന്താ പറയാൻ പറ്റും? അതിനകത്തുനിന്ന് നോ കറണ്ട് ഈസ് ഫ്ലോയിങ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ എന്താ? കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ സെൽ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ചെയ്തതിൻ്റെ ഡെഫിനേഷനാണ്. ഇനി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു റിലേഷൻ കണക്റ്റിംഗ് EMF ആൻഡ് വോൾട്ടേജ് നമ്മളൊരു ഡെറിവേഷൻ വഴിയല്ല, ആ ഫൈനൽ ഇക്വേഷൻ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോജിക്കിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഒരു സെല്ല് മെയ്ഡ് ചെയ്തിട്ടുള്ള എങ്ങനെയായിരിക്കും? അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോഡുകൾ ഉണ്ടാവും, ഇലക്ട്രോലൈറ്റുകൾ ഉണ്ടാവും. ഓക്കെ, ആ ഇലക്ട്രോലൈറ്റുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? ഏത് മെറ്റീരിയൽ നിർമ്മിച്ചാലും അതിനെന്തുണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് അതിനെ അവിടെ ബാധിക്കുന്നുണ്ട്, ആ മെറ്റീരിയലിനെ ബാധിക്കുന്നുണ്ട്, അതിൻ്റെ കറണ്ട് ഫ്ലോനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെല്ലിനെ അതിനെ മെയ്ക്ക് ചെയ്തിട്ടുള്ള കമ്പോണൻസ് വഴി അതിനെന്തുണ്ടാവും? ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാതെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് സത്യത്തിൽ നമ്മൾ EMF എന്ന് വിളിക്കുക. എന്നാൽ ആ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വോൾട്ടേജ്. ഓക്കെ, EMF എന്ന് പറഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പരമാവധി വോൾട്ടേജ് ആണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. EMF എന്ന് പറഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പരമാവധി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, അതിനകത്തുനിന്ന് അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മൂലം ലോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? വോൾട്ടേജ്. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഒരു ബാറ്ററിയുടെ മുകളിൽ 9 വോൾട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് എന്ത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം അതിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന, അത് തരാൻ പറ്റുന്ന പരമാവധി ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആയിരുന്നെങ്കിൽ അതൊരു ഐഡിയൽ കേസാണ്, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആയിരുന്നെങ്കിൽ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? EMF എന്ന് വിളിക്കുക. സോ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു EMF മൈനസ് ഇന്റേണൽ റെസിസ്റ്റൻസ് കൊണ്ട് നമുക്ക് ലോസ് ആവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് അറിയാം, ഓംസിലോ അറിയാലോ, ഈ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് IR ആയിരിക്കും. R എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ആ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, എവിടുന്ന്? EMF മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ V ഈക്വൽ ടു അപ്സിലോൺ മൈനസ് IR. ഇതാണ് EMFും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ടിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക. ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ EMF, ക്ലോസ്ഡ് സർക്യൂട്ട് ആകുമ്പോൾ വോൾട്ടേജ്. അത്രേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ, രണ്ടും നോക്കി വയ്ക്കുക. ഇനി നമ്മുടെ ഫൈനൽ 3 ടോപ്പിക് കൂടി കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. 3 ടോപ്പിക്കിൽ നമുക്ക് 2 ലോസ് പഠിക്കാറുണ്ട്. കിർച്ചോഫിൻ്റെ 2 ലോസുകളാണ്. ഒന്ന് ജംഗ്ഷൻ റൂളും ഒന്ന് നമ്മുടെ ലൂപ്പ് റൂളാണ്. ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇനി നോക്കാനുള്ളത്. 2 സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം. ജംഗ്ഷൻ റൂള് ഡീൽ ചെയ്യുന്നത് കറണ്ടിനെയാണ്. ലൂപ്പ് റൂള് ഡീൽ ചെയ്യുന്നത് വോൾട്ടേജിനെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ജംഗ്ഷൻ റൂള് ഡീൽ ചെയ്യുന്നത് കറണ്ടിനെ, ലൂപ്പ് റൂള് ഡീൽ ചെയ്യുന്നത് വോൾട്ടേജിനെ. ഓക്കെ, ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ജംഗ്ഷൻ വരയ്ക്കുക. ജംഗ്ഷൻ എന്ന് വെച്ചാൽ ഒന്നിലധികം വയേഴ്സ് പോകുന്ന ജംഗ്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു വയറിലൂടെ എന്ത് ചെയ്യാണ്? കറണ്ട് വരികയാണ്. നിങ്ങൾ ആലോചിക്കുക, ഇവിടുന്ന് ഈ വയർ ഞാൻ 2ആയിട്ട് പിരിഞ്ഞു പോകുന്ന രീതിയിലാണ് എൻ്റെ ആ ഒരു സർക്യൂട്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ആ സർക്യൂട്ടിൽ കറണ്ട് വരുന്നു, ഇതൊരു കറണ്ട് വരുന്നു. ഈ കറണ്ട് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ആ കറണ്ട് എന്ത് ചെയ്യുന്നു? 2ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ആയി പോവുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിനെയാണ് സത്യത്തിൽ ഞാൻ എന്ത് വിളിക്കുന്നത്? ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വന്ന കറണ്ട് 2ആയി പിരിഞ്ഞു പോകുന്നുണ്ട്. ഇവിടേക്ക് പോകുന്നത് I1, ഈ കറണ്ട് ഇവിടേക്ക് പോകുന്നത് I2. ഓക്കെ, I1 I2. അപ്പോൾ ഈ ജംഗ്ഷൻ റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും ആ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഞാനൊരു 4 ആംപിയർ കറണ്ടാണ് വരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ജംഗ്ഷനിലെത്തിയിട്ട് ഒരു സൈഡിലേക്ക് ഒരു 3 ആംപിയർ, അവിടെ റെസിസ്റ്റൻസ് കുറവായിരുന്നു, സോ 3 ആംപിയർ കറണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സൈഡിൽ റെസിസ്റ്റൻസ് കൂടുതലായിരുന്നു, സോ 1 ആംപിയർ കറണ്ടേ ഇങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ജംഗ്ഷനിലേക്ക് വന്ന കറണ്ട്, എൻ്റർ ചെയ്ത കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആംപിയർ ആണ്. ആ ജംഗ്ഷനിൽ ലിവ് ചെയ്ത പുറത്ത് പോയ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3ഉം 1ഉം ആണ്. സോ എൻ്റർ ചെയ്ത കറണ്ട് 4 ആണ്, ലിവ് ചെയ്ത കറണ്ട് 3+1 അതും 4 ആണ്. സോ എൻ്ററിങ് കറണ്ട് ഇസ് ഈക്വൽ ടു ലിവിങ് കറണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്ര ആലോചിക്കുക, ഒരു ജംഗ്ഷനിൽ എൻ്റർ ചെയ്ത കറണ്ടും ആ ജംഗ്ഷനിൽ ലിവ് ചെയ്യുന്ന പുറത്ത് പോകുന്ന കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
ഓക്കെ, അതാണ് ആര് പറയുന്നത്, ക്രിസ്റ്റോഫിൻ്റെ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ദ സം ഓഫ്, ഇതിപ്പോൾ ഒരു കറണ്ട് എൻ്റർ ചെയ്തിട്ടുള്ളൂ, ഒന്നിലധികം കറണ്ട് എൻ്റർ ചെയ്യാം, ഒന്നിലധികം കറണ്ട് ലിവ് ചെയ്യാം. സോ എൻ്ററിങ് കറണ്ടുകൾ എത്രയാണോ അതിൻ്റെ സം ഈക്വൽ ടു ലിവ് ചെയ്യുന്ന കറണ്ടുകൾ എത്രയാണോ അതിൻ്റെ സം. ഓക്കെ, ദ സം ഓഫ് കറണ്ട്സ് എൻ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് കറണ്ട് ലിവ് ഇൻ ദ ജംഗ്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതാണ് ജംഗ്ഷൻ അല്ലേ, ജംഗ്ഷൻ. ആ ജംഗ്ഷനിലെ കറണ്ട് എത്രയായിരിക്കും, 0 ആയിരിക്കും. എൻ്റർ ചെയ്തു ഈക്വൽ ടു ലിവ് ചെയ്തു. സോ നെറ്റ് കറണ്ട് ജംഗ്ഷനിലെ നെറ്റ് കറണ്ട് എത്രയായിരിക്കും, 0 ആയിരിക്കും. അതാണ് സമ്മേഷൻ ഐ ഈക്വൽ ടു 0 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങളൊരു സർക്യൂട്ട് വിചാരിക്കുക, അതാണ് ലൂപ്പ്. ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു സിമ്പിൾ സർക്യൂട്ട് ഞാൻ ഡ്രോ ചെയ്യുകയാണ്. ഒരു ബാറ്ററി ഉണ്ട്, ഓക്കെ, ഒരു റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ സിമ്പിൾ സർക്യൂട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഫുൾ ഡീറ്റെയിൽ ഇതിൽ കുറേ കൺവെൻഷൻസ് ഒക്കെ പറയാനുണ്ട്, അത്രയൊന്നും ഞാൻ പറയണില്ല. സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക. ക്രിസ്റ്റോഫ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു ലൂപ്പിലെ, ലൂപ്പ് എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ട്, ഇതാണ് ഒരു കംപ്ലീറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതാണ് കംപ്ലീറ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ലൂപ്പിലെ നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ലൂപ്പിലെ നെറ്റ് പൊട്ടൻഷ്യൽ 0 ആയിരിക്കണം. അങ്ങനെ പറഞ്ഞാലും ചെറിയൊരു എറർ ഉണ്ട്, കുറച്ച് ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അതിന് പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ആ നെറ്റ് ലൂപ്പിലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എപ്പോഴും 0 ആയിരിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്. ആ ലൂപ്പിലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എപ്പോഴും 0 ആയിരിക്കണം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് വെറുതെ നോക്കി നോക്കാം. ഇത് ഇവിടുത്തെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണെന്ന് വിചാരിക്കുക. സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് V ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ അവിടുത്തെ അതുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, IR ആയിരിക്കും. അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. സോ അവിടെ ഉണ്ടാക്കുന്ന ഓംസ് ലോ V ഈക്വൽ ടു IR. സോ IR ആണ് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് കൺവെൻഷൻസ് ഉണ്ട്, സൈൻ കൺവെൻഷൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ടോട്ടൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽസ് 0 ആയിട്ടായിരിക്കണം എന്നാണ് കിർച്ചോഫ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു സിമ്പിളായിട്ട് പറയണതാണ്. നിങ്ങൾക്ക് ഇതിൽ കുറേ കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ബാറ്ററി സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, ബാറ്ററി സ്വിച്ച് ഓഫ് ആയിരിക്കും, അത് അല്ലെങ്കിൽ സർക്യൂട്ട് സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് ഓൺ ആക്കുമ്പോൾ ബാറ്ററിയിൽ എന്തുണ്ടാവുന്നത്, 0 കറണ്ടിൽ നിന്ന് മാക്സിമം കറണ്ടിലേക്ക് അത് പോവാണ്. സോ ഇൻക്രീസിങ് കറണ്ടാണ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് വോൾട്ടേജ് ആണ്. ഓക്കെ, അങ്ങനെ എടുക്കാം. അപ്പോൾ അതിൻ്റെ വോൾട്ടേജിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അതേസമയം ഒരു റെസിസ്റ്റൻസിലൂടെ ആ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നത്, വോൾട്ടേജ് ലോസ് ആണ് ഉണ്ടാവുന്നത് അല്ലേ, ഹീറ്റ് മൂലോ പല കാര്യങ്ങളിലൂടെ ആ തടസ്സമാണല്ലോ റെസിസ്റ്റൻസ് പ്രൊവൈഡിങ്, ഒരു തടസ്സമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവിടെ ലോസ് ഓഫ് കറണ്ട് ആണ് ഉണ്ടാവുന്നത് അല്ലെ, ലോസ് ഓഫ് വോൾട്ടേജ് ആണ് ഉണ്ടാവുന്നത്. സോ അവിടുത്തെ ചേഞ്ചിനെ നെഗറ്റീവായിട്ട് എടുക്കാം, ബാറ്ററിയിലെ ചേഞ്ചിനെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കാം. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് വോൾട്ടേജ് എത്രയായിരിക്കും, ബാറ്ററിയിലെ പോസിറ്റീവ് V എടുക്കാം. ഓക്കെ, പ്ലസ് ഇവിടുത്തെ റെസിസ്റ്റൻസിലെ ചേഞ്ചിനെ നമുക്ക് -IR എന്നാണ് വിളിക്കുക. ഈക്വൽ ടു എത്രയായിരിക്കണം, 0 ആയിരിക്കും. ഓക്കെ, V - IR ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ കുറച്ച് സൈൻ കൺവെൻഷൻസ് ഒക്കെ ഉണ്ട്. നെഗറ്റീവ് ടു പോസിറ്റീവ് പോകുന്നത്, പോസിറ്റീവ് ടു നെഗറ്റീവ് പോകുന്നതാണെങ്കിൽ റെസിസ്റ്റൻസിലാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത്രയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ബാറ്ററിയിൽ ഇൻക്രീസിങ് വോൾട്ടേജ് എന്ന രീതിയിൽ നമുക്ക് ചേഞ്ചിനെ പോസിറ്റീവ് എടുക്കാം, റെസിസ്റ്റൻസ് ലോസ് ഓഫ് വോൾട്ടേജ് എന്ന രീതിയിൽ ചേഞ്ചിനെ നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ V - IR, ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും വരും. ടോട്ടൽ നെറ്റ് സം എടുക്കുമ്പോൾ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും വരും. ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതാണ് കിർച്ചോഫ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ദ ആൾജിബ്രിക് സം ഓഫ് ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ അറൌണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. സമ്മേഷൻ ചേഞ്ച് ഓഫ് V ഈക്വൽ ടു 0. ഇതാണ് എന്ത്, കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ, ലൂപ്പ് റൂൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഇത് നമുക്കിനി ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്നുള്ള ചാപ്റ്ററിലൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഇതേ ഇക്വേഷൻ തന്നെ അവിടെ അപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ ഷോർട്ടസ്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിച്ചു വയ്ക്കാം. ജംഗ്ഷൻ റൂൾ ആണെങ്കിൽ എൻ്ററിങ് കറണ്ട് ഈക്വൽ ടു ലിവിങ് കറണ്ട്. ലൂപ്പ് റൂൾ ആണെങ്കിൽ ആ ലൂപ്പിനുള്ളിൽ ടോട്ടൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അതാണ് 2 റൂൾസ് പറയാനുള്ളത്. ഈ റൂൾസ് അപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. ആ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുക, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുക. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, അതിൻ്റെ ഡ്രോയിങ്, അതിൻ്റെ ഡെറിവേഷൻ ഷോർട്ടാക്കിയിട്ട് നമുക്ക് പറയാം. ഡ്രോയിങ് കൃത്യമായിട്ട് ആവണം. ആ ഡ്രോയിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ നൊട്ടേഷൻസും അതേപോലെ ആവണം. കാരണം നമ്മൾ എന്തെങ്കിലും നൊട്ടേഷൻസിൽ 1, 2, 2, 3 ആയി കഴിഞ്ഞാൽ ടോട്ടൽ ഡെറിവേഷനെ അത് ബാധിക്കും. ഓക്കെ, നിങ്ങൾ നോക്കി വയ്ക്കുക. ഇതാ ഞാൻ കുറച്ച് വലുതാക്കി വരയ്ക്കാം. ഒരു സെല്ലുണ്ട്, ആ സെല്ലിനെ ഞാനൊരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ആ സർക്യൂട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് 4 റെസിസ്റ്റൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ലോങ് ആക്കി വരയ്ക്കുന്നുണ്ട്. ഈ സർക്യൂട്ടിനെ ഞാൻ ഉണ്ടാക്കുന്നത് 4 റെസിസ്റ്റൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ആ 4 റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കുക. 2 വീതം സീരീസ് ആയിട്ടും ആ സീരീസ് ആയിട്ടുള്ള 2 ആൾക്കാരെ പാരലൽ ആക്കുകയും ചെയ്തു. ഓക്കെ, എങ്ങനെ, ദാ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ, മറ്റൊരു റെസിസ്റ്റൻസ് ഇവിടെ, അത് എങ്ങനെയാണ്, സീരീസ് ആണ് ഇപ്പോൾ. നോക്കി, ഇനി മറ്റൊരു റെസിസ്റ്റൻസ് ദാ അതിനെ സീരീസ് ആക്കിയിട്ട് മറ്റൊരു റെസിസ്റ്റൻസ്. ഓക്കെ, ഈ രണ്ടിനെ ഞാൻ എന്ത് ചെയ്യാണ്, ജോയിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഇവരെന്തായി, പാരലലായി. ഇവരതിനായിട്ട് ഒരു കോമൺ കണക്ഷനായിട്ട് ഞാൻ എന്തൊരു കണക്ട് ചെയ്യുകയാണ്, ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുകയാണ്.
ഓക്കെ, ഇതാണ് ഈ ഒരു സർക്യൂട്ടിലേക്കാണ് ഞാൻ എൻ്റെ സെല്ലിനെ കൊടുത്തിട്ടുള്ളത്. കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൺസെപ്റ്റ് എക്സാം ഓറിയൻറ്റഡ് പഠിക്കുമ്പോൾ കൺസെപ്റ്റിലേക്ക് ഡീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ആ സർക്യൂട്ട് വരയ്ക്കാൻ ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. 4 റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു സെല്ല് ഉണ്ടാവും. ഓക്കെ, ആ സെല്ലിൽ നിന്ന് നോക്കിയേ, ഇനി ഈ സെല്ലിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യണം. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് ഫ്ലോ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. പോസിറ്റീവ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ദാ ഐ എന്നുള്ള കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനെ ഓരോ ജംഗ്ഷനിൽ നമുക്ക് പേര് വിളിക്കാം. എ, ബി, സി, ജംഗ്ഷൻ ഡി. ABCD 4 ജംഗ്ഷനെ നമ്മൾ നെയിം ചെയ്തു. ഈ കറണ്ട് എ എന്നുള്ള ജംഗ്ഷൻ എത്തുമ്പോൾ ഈ കറണ്ട് എന്ത് ചെയ്യും? ഇവിടേക്ക് സ്പ്ലിറ്റപ്പ് ആയിട്ട് പോവും. ഓക്കെ, ആ സ്പ്ലിറ്റപ്പ് ആയി പോകുമ്പോൾ ഇതാ ഇവിടേക്ക് ഒഴുകുന്ന കറണ്ട് I1, ഇവിടേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, I2 കറണ്ട് എന്ത് ചെയ്തു? I2 കറണ്ട് ഇതാ ഇവിടെ വന്നപ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ആയി പോയി, സ്പ്ലിറ്റപ്പ് ആയി പോയി, I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. ഇനി ഇവിടെ വന്നപ്പോൾ I2 കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടും സ്പ്ലിറ്റപ്പ് ആവുന്നുണ്ട് അല്ലേ? ബി എന്നുള്ള എത്തുമ്പോൾ ഇവിടേക്കും സ്പ്ലിറ്റപ്പ് ആവുന്നുണ്ട്, ഇവിടേക്കും സ്പ്ലിറ്റപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ഇവിടേക്ക് സ്പ്ലിറ്റപ്പ് ആവുന്ന കറണ്ടിനെ ഞാൻ എന്ത് വിളിക്കുകയാണ്? IG എന്ന് വിളിക്കുകയാണ്. അതായത് ഗാൽവനോമീറ്ററിന്റെ അടുത്തേക്ക് പോകുന്ന കറണ്ടിനെ IG എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി ഇവിടേക്ക് പോകുന്ന കറണ്ടിനെ ഞാൻ I4 എന്നാണ് വിളിക്കുന്നത്. നൊട്ടേഷൻസ് ഒക്കെ അതേപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതവിടെ എത്തി. ഇനി ഇവിടെ I1 കറണ്ട്, അവിടുന്ന് I1 കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇതെത്തുമ്പോൾ ഇവിടെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് പോകുന്ന കറണ്ടിനെ ഞാൻ I3 എന്ന് വിളിച്ചു. ഇവിടേക്ക് പോകുന്ന കറണ്ട് എന്താണ്? എങ്ങോട്ട് തന്നെയാണ് പോകുന്നത്? IG-ലേക്ക് തന്നെയാണ് പോകുന്നത്. ഗാൽവനോമീറ്ററിൽ കാണിക്കുന്ന ഒരൊറ്റ കറണ്ട് ഗാൽവനോമീറ്ററിൽ കാണിക്കുള്ളൂ. അതുകൊണ്ട് ആ കറണ്ടിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അങ്ങനെ I3, I4, I1, I2 4 റെസിസ്റ്റേഴ്സിലും കറണ്ട് കിട്ടി. റെസിസ്റ്റേഴ്സിന് അതനുസരിച്ച് നമുക്ക് നെയിം കൊടുക്കാം. R1, R2, R3, R4 റെസിസ്റ്റേഴ്സിന് ഞാൻ എന്ത് കൊടുത്തു? നെയിം കൊടുത്തു. ഓക്കെ, റെസിസ്റ്റേഴ്സിന് ഞാൻ മറ്റൊരു നെയിം കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സർക്യൂട്ട് ഉള്ളത്. ഇനി നമുക്ക് ഡെറിവേഷൻസ് ആകെ 6 സ്റ്റെപ്പേ ഉള്ളൂ. വീസ്റ്റോൺ ബ്രിഡ്ജ് കുറേ പേർക്ക് ടഫായിരിക്കും. സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇത്രയുള്ള ആലോചിക്കണ്ടോ? 2 ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുക, 2 ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഏതൊരു ഡെറിവേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ സ്റ്റോറി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇവിടെ ഇത്രയുള്ള സ്റ്റോറി. 2 ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുക, 2 ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുക. ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് 4 ജംഗ്ഷൻ ഇവിടെ കാണാൻ പറ്റും. 2 ജംഗ്ഷൻ ഞാൻ ചൂസ് ചെയ്യുന്നുള്ളൂ. ബി എന്നുള്ള ജംഗ്ഷനും മറ്റേ സി എന്നുള്ള ഡി എന്നുള്ള ജംഗ്ഷനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബി ജംഗ്ഷനും ഡി ജംഗ്ഷനുമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അറ്റ് ജംഗ്ഷൻ, ആദ്യത്തെ സെന്റൻസ് ആണ് അറ്റ് ജംഗ്ഷൻ ബി. നോക്കി, ഇതാണ് ബി എന്നുള്ള ജംഗ്ഷൻ. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് ഈ ജംഗ്ഷനിലേക്ക് കിടക്കാം. ഈ വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി എപ്പോഴാണ് നമ്മൾ പറയാമെന്നറിയോ? ആ ഗാൽവനോമീറ്ററിലെ റീഡിങ് 0 ആവുമ്പോഴാണ് വീസ്റ്റോൺ ബ്രിഡ്ജിനെ നമ്മൾ ബാലൻസ്ഡ് ആയി എന്ന് നമ്മൾ പറയാം. നിങ്ങൾ നോക്കിയേ, ഒരു കറണ്ട് ഇതുവഴിയും വരുന്നുണ്ട്, ഒരു കറണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ വഴിയും വരുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ എത്തുമ്പോൾ ഈ ഗാൽവനോമീറ്ററിലെ റീഡിങ് എത്രയായി മാറും? 0 ആയി മാറും. അതായത് ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എത്രയായി മാറും? 0 ആയി മാറും. ആ കണ്ടീഷനെയാണ് നമ്മൾ വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, ഗാൽവനോമീറ്റർ കറണ്ട് 0 ആവുന്ന കണ്ടീഷനെയാണ് വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി എന്ന് നമ്മൾ പറയാം. സോ ഇഫ് വീസ്റ്റോൺ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? IG ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ജംഗ്ഷൻ എടുക്കുകയാണ്. ബി എന്ന ജംഗ്ഷനും ഡി എന്ന ജംഗ്ഷനുമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് അറ്റ് ജംഗ്ഷൻ ബി. ജംഗ്ഷൻ ബിയിൽ നിങ്ങൾ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുക. അതുപോലെ ജംഗ്ഷൻ ഡിയിലും ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഓക്കെ, ഞങ്ങൾക്ക് ജംഗ്ഷൻ ബിയിൽ നോക്കി, അവിടേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് ആരാ? നമ്മുടെ I2 അല്ലേ? ജംഗ്ഷൻ ബിയിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് ആരാ? I2 ആണ്. അതിന് ലിവ് ചെയ്യുന്ന കറണ്ട് ആരൊക്കെയാണ്? I4 ഉണ്ട്, IG ഉണ്ട്. പക്ഷേ IG 0 ആയതുകൊണ്ട് നമുക്ക് ഇനി നോക്കേണ്ട ആവശ്യമില്ല. IG 0 നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടുത്തെ ലിവ് ചെയ്യുന്ന കറണ്ട് ഇനിയിപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? I4 മാത്രമേ ഉള്ളൂ. ജംഗ്ഷൻ റൂൾ എന്താ പറയണേ? എൻ്റർ ചെയ്യുന്ന കറണ്ട് ഈക്വൽ ടു ലിവ് ചെയ്യുന്ന കറണ്ട്. സോ I2 ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? I4. ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, എൻ്റർ ചെയ്യുന്ന കറണ്ട് I2 ആണ്, ലിവ് ചെയ്യുന്ന കറണ്ട് I4 ആണ്. എവിടെ? ജംഗ്ഷൻ ബിയിൽ. ഓക്കെ, ഇനി ജംഗ്ഷൻ ഡി എടുക്കുക. ഇതാണ് ജംഗ്ഷൻ ഡി. ഓക്കെ, ജംഗ്ഷൻ ഡി എടുത്തു. ജംഗ്ഷൻ ഡിയിൽ നോക്കാം, അറ്റ് ജംഗ്ഷൻ ഡി അവിടെ എൻ്റർ ചെയ്യുന്ന കറണ്ട് ആരാ? നിങ്ങൾ നോക്കി നോക്കിയേ, എൻ്റർ ചെയ്യുന്ന കറണ്ട് ആരാ? ദാ ഈ I1 അല്ലേ അവിടെ എൻ്റർ ചെയ്യുന്ന കറണ്ട്. അവിടുന്ന് ലിവ് ചെയ്യുന്ന കറണ്ട് ആരാ? I3 ഉണ്ട്, പിന്നെ IG-ലേക്ക് പോകുന്നുണ്ട്. അത് 0 ആയതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റർ ചെയ്യുന്ന കറണ്ട് I1, അവിടുന്ന് ലിവ് ചെയ്യുന്ന കറണ്ട് I3. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? എൻ്ററിങ് കറണ്ട് I1 ഈക്വൽ ടു ലിവിങ് കറണ്ട് I3. ഇതാണ് എൻ്റെ അടുത്ത ഇക്വേഷൻ നമ്പർ 2.
4 ജംഗ്ഷനുകൾ നമുക്കുണ്ട്, എ ബി സി ഡി. ഞാൻ 2 ജംഗ്ഷൻ എടുത്തിട്ടുള്ളൂ, അത് ഏതാ നോക്കി വയ്ക്കുക, ബിയും ഡിയും. എൻ്ററിങ് കറണ്ട് ഈക്വൽ ടു ലിവിങ് കറണ്ട്. അപ്പോൾ 2 ജംഗ്ഷൻ റൂൾ കഴിഞ്ഞു. അടുത്ത് എന്ത് കൊടുക്കണം, 2 ലൂപ്പ് റൂൾ കൊടുക്കണം. ആ 2 ലൂപ്പ് ഏതൊക്കെ ചൂസ് ചെയ്യണം? ഒന്ന് ഇതാ ഇവിടെ എങ്ങനെ കാണാൻ പറ്റും, ഇവിടെ ആകെ 2 ലൂപ്പേ ഉള്ളൂ, അതുകൊണ്ട് ഇനി വേറെ കൺഫ്യൂഷൻ ആവശ്യമില്ല. മറ്റേ 4 ജംഗ്ഷനിൽ 2 ജംഗ്ഷൻ ചൂസ് ചെയ്യണമായിരുന്നു. ഇവിടെ ആകെ 2 ലൂപ്പേ ഉള്ളൂ. ആ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതാ, ഇതാണ് ഒരു ലൂപ്പ്. ഒരു ലൂപ്പ് ഏതാ, ഇതാണ് ഒരു ലൂപ്പ്. അപ്പോൾ ഈ ലൂപ്പിനെ നമുക്ക് എന്ത് നെയിം ചെയ്ത് വിളിക്കാം, എ ബി ഡി എ അല്ലേ, തുടങ്ങിയോടെ തന്നെ അവസാനിക്കണം. ഈ ലൂപ്പ് എങ്ങനെയാണ്, എ ബി ഡി തിരിച്ച് എയിലേക്ക് തന്നെ അവസാനിച്ചു. സോ ഫോർ ലൂപ്പ് എ ബി ഡി എ അല്ലേ, ആദ്യത്തെ ലൂപ്പ് എടുത്തു. ആദ്യത്തെ ലൂപ്പിൽ നോക്കിയേ നമ്മുടെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യണം. സോ അവിടുത്തെ ലൂപ്പ് റൂൾ എന്താ പറയണേ, അവിടുത്തെ നെറ്റ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് ഈക്വൽ ടു ഇവിടുത്തെ വോൾട്ടേജ് ആയിട്ടാണ് വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെയാണ് അതിൻ്റെ കാരണം വരുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ വോൾട്ടേജ്. നമുക്ക് ലൂപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഡയറക്ഷൻ പറയാം, റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയൊന്നല്ല പറയാം, നമ്മൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആൻറ്റി ക്ലോക്ക് വൈസ്, അറിയാലോ നിങ്ങൾക്ക്. ഇവിടെ നോക്കി, ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത് അല്ലേ, ഇവിടെ എത്തുമ്പോൾ ക്ലോക്ക് വൈസ് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയി, അപ്പോൾ അത് എഗെയിൻസ്റ്റ് ആയി. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജിന് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജിന് നെഗറ്റീവ് എടുക്കണം. തിരിച്ചെടുത്താലും കുഴപ്പമില്ല. ഇത് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തെടുക്കാം, നെഗറ്റീവ് എടുക്കാം. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഒരു ലൂപ്പിൽ ഒരു വോൾട്ടേജ് പോസിറ്റീവും ഒരു വോൾട്ടേജ് നെഗറ്റീവും ആയിട്ടാണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് നോക്കി, ഈ R2 എന്ന റെസിസ്റ്ററിൽ ഉണ്ടാക്കുന്ന വോൾട്ടേജ് അപ്പോൾ എന്തായിരിക്കും, ഓംസ് ലോ നമുക്കറിയാം, V = IR. ഇവിടുത്തെ I എന്ന് പറഞ്ഞാൽ I2, വോൾട്ടേജ് റെസിസ്റ്റൻസ് R2, I2 ആണ്. ഇവിടുത്തെ വോൾട്ടേജ് എന്താ വരിക, ഇവിടുത്തെ വോൾട്ടേജ് I1 R1 ആണ് അവിടുത്തെ വോൾട്ടേജ് വരിക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, I2 R2. അത് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ആളെ നെഗറ്റീവ് എടുക്കണം. തിരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. നെഗറ്റീവ് മൈനസ് I1 R1 ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 0 എന്ന് എഴുതാൻ പറ്റും. ഓർ നമുക്ക് എന്ത് എഴുതാം, I2 R2 ഇവിടെ നിർത്തുക, മൈനസ് I1 R1 അപ്പുറത്തേക്ക് കൊണ്ട് കഴിഞ്ഞാൽ ഈക്വൽ ടു, മൈനസ് ആണ്ടുമ്പോൾ പോസിറ്റീവ് ആവും, I1 R1. ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 3. സെയിം പരിപാടി എവിടെ ചെയ്യുക, അടുത്ത ലൂപ്പിൽ ചെയ്യുക. അടുത്ത ലൂപ്പിനെ എങ്ങനെ നമുക്ക് പേര് വിളിക്കാം, ഇതാണല്ലോ അടുത്ത ലൂപ്പ്. എങ്ങനെ പേര് വിളിക്കാം, CBDA അങ്ങനെ വിളിച്ചൂടെ, CBDA. സോ എടുക്കുക, ഫോർ ലൂപ്പ് CBDA. ലൂപ്പിൻ്റെ പേര് കൊടുക്കുമ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. ലൂപ്പിൽ അവിടുത്തെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആരോഗ്യ, ഈ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ഈ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും. ഇവിടെ നിങ്ങൾ നോക്കിയേ ഡയറക്ഷൻ എങ്ങനെയാണ്, നോക്കിയേ ഒരാൾ ഇതാ ക്ലോക്ക് വൈസ് ആയിട്ട് വരുന്നത് വെച്ചാൽ അടുത്ത ആൾ എങ്ങനെ വരുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഒരാളിതാ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ പോകണം, ഇങ്ങനെ കറങ്ങിയിട്ട് വേണം വരാൻ. ഇയാൾ എങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇത് തിരിച്ചെടുക്കാം, ഇതാ ഇവിടുന്ന് കറണ്ട് ഇതാ ഇങ്ങനെ വന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്, പക്ഷേ ഇയാളോ അതിൻ്റെ എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഒരാൾ പോസിറ്റീവും ഒരാൾ എന്തായിട്ട് എടുക്കാം, നമുക്ക് നെഗറ്റീവായിട്ടും നമുക്ക് എടുക്കാം. ഓക്കെ ആണോ, കുഴപ്പമില്ലല്ലോ, എടുത്തൂടെ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എടുക്കുക. ഇവിടെ ആരുള്ളത്, I4 R4 അതല്ലേ, R4 ഉണ്ടാക്കുന്ന വോൾട്ടേജ് വരുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന വോൾട്ടേജ് എന്താ വരിക, I4 R4. ഇവിടെ ഉണ്ടാക്കുന്ന വോൾട്ടേജ് R3 ഉണ്ടാക്കുന്ന വോൾട്ടേജ് എന്താ വരിക, I3 R3. ഓംസ് ലോ, എഗെയിൻ ഓംസ് ലോ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, I4 R4 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, I3 R3. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 2 ജംഗ്ഷൻ റൂള്, 2 ലൂപ്പ് റൂള്. ഇനി റിപ്പീറ്റ് ചെയ്യണില്ല, 1-2 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് വീഡിയോ ബാക്ക് അടിച്ച് ഒന്നുകൂടി കാണാം. ഓക്കെ, 4 ഇക്വേഷൻസ് നമ്മൾ ഫോം ചെയ്തു, 2 ജംഗ്ഷൻ റൂൾ, 2 ലൂപ്പ് റൂൾ. ഇനി ഇത്രയേ ഉള്ളൂ. ഫൈനലി നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ നമ്പർ 3യെയും 4നെയും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 4. ഇങ്ങനെ 2 ഇക്വേഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. എങ്ങനെ ഡിവൈഡ് ചെയ്യുക, LHSകളെ ഡിവൈഡ് ചെയ്യുക, RHSകളെ ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ LHS എന്ന് പറഞ്ഞാൽ ആരാ, ഇവിടുത്തെ LHS എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതാണ് LHS. I2 R2. ഇവിടുത്തെ ആരായിരിക്കും LHS, I4 R4 കൊടുക്കുക. I2 R2 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ LHS ആയിട്ടുള്ള I4 R4 ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം, RHSകളെ ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ RHS ആരാ, ഇവിടുത്തെ RHS ആരാ, I1 R1. ഇവിടുത്തെ RHS ആരാ, I3 R3 കൊടുക്കുക. I4 ഒരു സെക്കൻഡ്, ഇവിടുത്തെ RHS ആരാ, I1 R1 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ RHS ആരാ, I3 R3. ഓക്കെ, ഇത്രയേ ഉള്ളൂ. I1 R1 ഡിവൈഡഡ് ബൈ I3 R3. സിമ്പിൾ. ഇനി നമുക്ക് എന്ത് കാര്യം അറിയാം, നിങ്ങൾ ഇവിടെ നോക്കിയേ, I2 I4 അല്ലേ, I2 I4 ഈ 2 പേരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, I2 R4 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, I2 R4 ബന്ധമുണ്ടോ, അതാ നോക്കിയേ, I2 ഈക്വൽ ടു I4 ആണ്. I2 I4 ഈക്വൽ ആണെന്ന് ഓൾറെഡി നമ്മൾ ജംഗ്ഷൻ റൂളിൽ പ്രൂവ് ചെയ്തു. സോ നമുക്ക് അവരെ എന്ത് ചെയ്ത് കളയാം, കട്ട് ചെയ്ത് കളയാം.
സാധാരണ I2/I2 കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ I2ഉം I4ഉം ഈക്വൽ ആണെന്ന് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എവിടെ? ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, I1ഉം R3യും അത് ഈക്വൽ ആണോ? ഈക്വൽ ആണ്. എവിടെ ഉണ്ട്? ഇക്വേഷൻ നമ്പർ 2 നോക്കി, I1 = R3. സോ നമ്മൾ അതിനെ എന്ത് ചെയ്ത് കളഞ്ഞു? കട്ട് ചെയ്ത് കളഞ്ഞു. സോ നമുക്ക് എന്ത് കിട്ടി? ബാക്കി എന്തുണ്ട്? R2/R4 = R1/R3. ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു അൺനോൺ റെസിസ്റ്റർ, ഇതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഈ 4 റെസിസ്റ്റൻസിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് അൺനോൺ ആണെങ്കിൽ, നമുക്ക് അറിയാത്ത വാല്യൂ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസിങ് ആക്കിയാൽ മതി. ദെൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അറിയാത്ത അൺനോണിൻ്റെ റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇത് പണ്ടൊക്കെ നമ്മൾ ലാബ് ചെയ്തതാണ്, ഇപ്പോൾ പൊതുവെ സ്കൂളുകളിൽ എടുക്കാറില്ല. ഇങ്ങനെയാണ് നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വരുന്നത്. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാനൊരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ I4/R4 - I3/R3 = 0. അടുത്ത സ്റ്റെപ്പിൽ I4/R4 = I3/R3 എന്ന് എഴുതിയാലും മതി. പക്ഷേ അതിന് ആവശ്യമില്ല, ഒരു സ്റ്റെപ്പിനോട് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. 2 ജംഗ്ഷൻ റൂള്, 2 ലൂപ്പ് റൂള്. ദെൻ ലൂപ്പ് റൂള് കിട്ടുന്ന 2 ഇക്വേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ചെയ്യുന്നു. ബൈ ചെയ്യാൻ പറയുമ്പോൾ LHS 2 സൈഡിലെ LHS ഡിവൈഡഡ് ബൈ മറ്റേ ഈക്വൽ ടു 2 സൈഡിലെ RHS ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് I1 I2 I4 ഈക്വൽ ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. I1 I3 ഈക്വൽ ആണെന്ന് കിട്ടിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ നമുക്ക് എന്ത് കിട്ടി? ബാലൻസ്ഡ് കണ്ടീഷൻ കിട്ടി. അപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയാണ്. R2/R4 = R1/R3. ഇതിനെ വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്തൊക്കെ എഴുതാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്ര എഴുതി അവസാനിപ്പിക്കുക. നമുക്ക് നല്ല മാർക്ക് കിട്ടും. ഇക്വേഷൻ എഴുതുക, ഫിഗർ കൃത്യമായിട്ട് ആ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇത്രയാണ് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതുവരെ തീരെ പഠിക്കാത്തവർക്കും ഒരു റിവിഷൻ എന്ന രീതിയിൽ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.